കണ്ടാൽ ഭയക്കുന്നതും അസാധാരണ വിഷമുള്ളതുമായ ഒരു ഉരകജീവിയാണ് പാമ്പുകൾ. എന്നാൽ പലതരത്തിലും വ്യത്യസ്ത ഇനത്തിലുള്ള പാമ്പുകളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നവയിൽ ഭീമാകാരന്മാരായ പാമ്പുകളെ പലയിടങ്ങളിൽ നിന്നു തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട്. എന്നാൽ വിചിത്രമായതും പ്രാചീനമായതുമായൊരു പാമ്പുണ്ട്. അനാക്കൊണ്ടയും പെരുമ്പാമ്പുമെല്ലാം ഇവന് മുന്നിൽ ഒന്നുമല്ലെന്ന് തോന്നിപ്പോകും. തെക്കേ അമേരിക്കയിൽ നിന്നുമാണ് ഈ പാമ്പ് ജീവിച്ചിരുന്നു എന്നതിന് തെളിവായിട്ട് ഇതിന്റെ ഫോസിലുകൾ കണ്ടെത്തിയത്. തെക്കേ അമേരിക്കയിലെ സെറജോൺ കൽക്കരി ഖനിയിൽ നടന്ന ഗവേഷണങ്ങളിലൂടെയാണ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കൂറ്റൻ പാമ്പിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരം ശാസ്ത്രലോകം അറിയുന്നത്. ടൈറ്റനോബോവ എന്നാണ് ഇവയ്ക്ക് ശാസ്ത്രലോകം നൽകിയിരിക്കുന്ന പേര്. 28 ടൈറ്റനോബോവകളുടെ ഫോസിലാണ് ഗവേഷകർ ഇവിടെ നിന്നും കണ്ടെത്തിയത്. ലോകത്ത് ഇതേവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പാണ് ടൈറ്റനോബോവകൾ. 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകളുടെ കാലത്താണ് ഈ ഭീമന്മാർ ജീവിച്ചിരുന്നത്. ഇവയുടെ നീളം 13 മീറ്ററാണ്. 1200ഓളം കിലോഗ്രാം ഭാരം ഉണ്ടാകുമെന്നാണ് ഫോസിലുകളുടെ കണ്ടെത്തലോടുകൂടി പുറത്തുവരുന്ന വിവരം. ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ബ്ലൂമിംഗ്ടണിലെ ഇന്ത്യാന സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരായ ഡേവിഡ് പോളിയും സംഘവുമാണ്. ഏകദേശം 58 മുതൽ 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നുണ്ട്. ദിനോസറുകളുടെ വംശനാശത്തിന് ശേഷം കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ ഉരകവർഗമായി ഇവയെ കണക്കാക്കുന്നു. ലോകത്ത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഈ പാമ്പ് ഇഴയുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ അരയ്ക്കൊപ്പം പൊക്കമുണ്ടാകും. ഈ പാമ്പിന്റെ മറ്റൊരു പ്രത്യേകത എത്ര വലിയ ഇരയും നിഷ്പ്രയാസം വിഴുങ്ങാൻ സാധിക്കുമെന്നതാണ്. എന്നാൽ വിഷമില്ലാത്ത പാമ്പുകൾ തന്നെയാണ് ഇവയും. നേച്ചർ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഈ പാമ്പുകൾക്ക് ജീവിക്കാൻ 30 മുതൽ 34 വരെ കുറഞ്ഞ സെൽഷ്യസ് താപനിലയെങ്കിലും വേണമെന്നാണ്. തെക്കേ അമേരിക്കയിലെ ചൂട് കൂടുതലുള്ള ആവാസ വ്യവസ്ഥ 6 കോടി വർഷങ്ങൾക്ക് മുൻപ് വളരെ വ്യത്യസ്തമായിരുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയ ഗവേഷകർ പറയുന്നത്. ഇത്തരം പാമ്പുകൾക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ആവാസ വ്യവസ്ഥയായിരുന്നു തെക്കേ അമേരിക്കയിൽ അന്ന് കണ്ടിരുന്നത്. ആധുനിക കാല പാമ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടൈറ്റനോബോവ ഒരു യഥാർത്ഥ ഭീമൻ തന്നെയാണ്. ടൈറ്റനോബോവയുടെ ഫോസിൽ ലഭിച്ച സെറജോൺ ഖനി പ്രദേശം പുരാതന കാലത്ത് ചതുപ്പ് നിലങ്ങൾ നിറഞ്ഞ വനമേഖലയായിരുന്നു. ഈ ഭീമൻ പാമ്പുകളുടെ വിഹാര കേന്ദ്രമായിരുന്നു അവിടം. അന്ന് തെക്കൻ അമേരിക്കൻ മഴക്കാടുകളിലെ ആവാസ വ്യവസ്ഥ വളരെ വ്യത്യസ്തമായിരുന്നു. ഉഷ്ണ കാലാവസ്ഥ ഇവയുടെ വലിപ്പത്തെ സ്വാധീനിച്ചിരുന്നിരിക്കാമെന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. ഇന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായി സെറജോൺ പ്രദേശത്ത് 30 മുതൽ 34 ഡിഗ്രി സെൽഷ്യസ് താപനിലയായിരുന്നിരിക്കണം. ശീതരക്തജീവികളായ പാമ്പുകൾക്ക് ചൂട് കാലാവസ്ഥ അനിവാര്യമാണ്. ഇതായിരിക്കണം ടൈറ്റനോബോവകൾ എന്ന ഭീമന്മാരുടെ നിലനിൽപ്പിനെ സ്വാധീനിച്ച ഘടകം. അനക്കൊണ്ടയെ പോലെ വിഷമില്ലാത്തവയായിരുന്നെങ്കിലും മനുഷ്യരെയൊക്കെ കൂളായി അകത്താക്കാൻ കഴിയുന്ന ഭീമന്മാരായിരുന്നു ടൈറ്റനോബോവകൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.